ലൈക്ക് അറ്റൻഷൻ ഗ്രാബ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടണം. ചെയ്തിട്ടുണ്ടല്ലോ. അഞ്ജന മോഹന് ഷേക്കിന് കൊടുത്തത്. പിന്നെ അഞ്ജന മോഹനെ എപ്പോഴും നമ്മള് മറ്റു വർത്താനം പറയുന്നവരെക്കാണ് കൂടുതലും സംസാരിക്കാൻ പറ്റുന്നത്. ഒരു SMS സീരീസ് വന്ന ആക്ട്രസ് ആണെങ്കിൽ കൂടി അടുത്തേക്ക് ചെല്ലൂല. പക്ഷെ നമ്മളങ്ങനെ ഇന്ന കണ്ടനൊന്നും ഇല്ല, നമുക്ക് എല്ലാം ഇഷ്ടമാണ്, എല്ലാം കാണാറുണ്ട്, എല്ലാ കണ്ടന്റും കാണാറുണ്ട്. ഫെയിം എൻജോയ് ചെയ്യണ്ട, എനിക്ക് കിട്ടുന്ന ഫെയിം എൻജോയ് ചെയ്യണ്ട, അതിലൊന്നും പറയാനില്ല. ഫെയിം എൻജോയ് ചെയ്യണ്ട. നാളെ ഒരു ദിവസം മറ്റേ പച്ചക്കറി മേടിച്ചിട്ട് പോയല്ലേ, എന്താ സംഭവം? പച്ചക്കറി കിട്ടിയാണ്. അതല്ല, ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ, വീട്ടിലെ കാര്യം വാങ്ങിച്ചോണ്ട് പോയതാണ്. തിയേറ്ററിലൂടെ പോയപ്പോഴേ പച്ചക്കറി ആയിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് പോകുമ്പോ അവരാ പറഞ്ഞു നമുക്ക് ബൈറ്റ് വേണോ, അങ്ങനെ കൊടുത്താണ്. എനിക്ക് 100 കൂട്ടം കാര്യമുണ്ട്. എനിക്ക് വീട്ടിലെ കാര്യം ചെയ്യണം, PhD ചെയ്യണം, ഫിലിം റിവ്യൂ ലാസ്റ്റാണ് ചെയ്യുന്നത്. ശരി, എന്തും കൂടി അണ്ണന്റെ വീട്ടിൽ പോയപ്പോ അണ്ണൻ പെയിന്റ് അടിക്കുന്നതാണ്. പെയിന്റ് വേറെ ആൾ പെയിന്റ് അടിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ PhD ആണ് മെയിൻ ആയിട്ട് കരിയർ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ PhD 2 വർഷമായി ഇപ്പൊ. അപ്പോൾ PhD ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർ ഭയങ്കര സീരിയസ് ആയിട്ട് അതിലോട്ട് ഇൻവോൾവ് ചെയ്യും. ഞാൻ എല്ലാവരും മാനേജ് ചെയ്യാം. ഈ ഫെയിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടില്ല, അപൂർവമായിട്ട് കിട്ടണം. അപ്പോൾ അത് കളയാൻ താല്പര്യമില്ല. എല്ലാവരോടും മൾട്ടി ടാസ്കിങ് ചെയ്യാം. ഇപ്പം അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, PhD എല്ലാവരോടും ബാലൻസ് ചെയ്യാം. ഞാൻ ബേസിക് എഞ്ചിനീയറാണ്. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന ഫിലോസഫി സയൻസിലാണ്. സ്കോളർഷിപ്പ് എനിക്ക് 3 വേൾഡ് എൻട്രൻസ് കിട്ടിയത്. നെറ്റ് JRF ഗേറ്റിൽ കിട്ടിയതാണ്. IIT ചാൻസ് കിട്ടിയതാണ്. അത് മീഡിയ ഉണ്ടാക്കിയതാണ്. ഇയാൾ മണപ്പൂർവ്വം കാണിച്ചിട്ട് പറയാം, ഡാൻസ് പാടില്ല. ഞാൻ മണപ്പൂർവ്വം ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ അങ്ങനെ പ്രൊജക്ട് ചെയ്യാം. ഞാൻ പറയാത്ത കാര്യം മീഡിയ പറയുന്നുണ്ട്. ഒരിക്കൽ നിഖില വിമലിനെ കണ്ടിട്ട് പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിഖില വിമൽ വയറിന് ഇറങ്ങി കൊടുത്തു. പുള്ളിക്കാർ മര്യാദ സംസാരിച്ചതാണ്. കഷ്ടം പറയാൻ പാടില്ല. ഒരാൾ ഇഷ്ടമാണ് മോശം കാര്യമാണ്. നമ്മളവർ വേറെ മോശം കാണില്ലല്ലോ. അതിൽ സീരിയസ് ആയിട്ട് ക്ലാസ്സിൽ നിർത്തി കുറച്ചായിട്ട് ബാക്കിയെല്ലാം തമാശയ്ക്കും വീഡിയോ ഇടാം. എന്ത് പറഞ്ഞാൽ ഇപ്പം ഇന്നാളെ ഞാൻ വീഡിയോ ഇട്ടു, മൈമ നമ്പിയാർ കാണാനുള്ള ഭംഗിയുണ്ട്. അല്ല, ഞാൻ ക്രഷാണ് പറഞ്ഞില്ല, വളരെ ക്യൂട്ടാണ്, നല്ല ചാണ്. അപ്പോഴേക്കും ആകുമ്പോൾ കണ്ടുകൂടി അത് ക്രഷാണ്. ഞാൻ ക്രഷാണ് പറഞ്ഞത്. ഫേസ്ബുക്ക് കൺട്രോൾ ചെയ്യണ്ടാരെങ്കിലും? ഇല്ല, ഞാൻ തന്നെ കുറെ ഹോട്ട് പിക്ചർ ഒക്കെ വരുന്നുണ്ടല്ലോ അതിനകത്ത്, ഹോട്ട് വീഡിയോസ് ഒക്കെ. ചില റൈറ്റിംഗ്സ് ആണോ അല്ല, ഹോട്ട് മറ്റേ അത് ഞാൻ ഇട്ടതാണ്. ഞാൻ ഒരുപാട് 800 കോട്ടിൽ ബുക്ക് ചെയ്ത ആളാണ്. ആമസോൺ പബ്ലിക് കോട്ടൽ ഞാൻ സ്വന്തമായിട്ട് എഴുതുന്നതാണ്. കോട്ടല്ല, മറ്റേ സെക്സി ആയിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് ഒക്കെ എടുത്തിടാറുണ്ടല്ലോ ഫേസ്ബുക്കിന്റെ കാണാറുണ്ടല്ലോ. കാണാൻ ചെയ്യണല്ല, അത് ഞാനല്ല. അല്ലല്ലേ, കുറെ തണ്ടുകള് ഫേസ്ബുക്കേ വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അറിയില്ല, ഫേക്ക് അക്കൗണ്ട് പോയി കുറെ ചെയ്യുന്നുണ്ട്. കുറെ കാളവറക്കി എന്നൊക്കെ പറഞ്ഞു കുറെ ഇതിലാണ് അവന്റെ പേര് വെച്ചിട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. പിന്നെ പിന്നെ ഒരു പ്രശ്നമുള്ളത് മറ്റേ പറയാത്ത കാലം മിയ ഖലീഫയ്ക്ക് ഞാൻ എന്ത് ചെയ്തി, എനിക്ക് നിങ്ങളെ കാണണം. ഞാനത് ഇവര് അലൻ ജോസിന്റെ തുടർന്നുള്ള ആള്. ഇതല്ല ഞാൻ ഇടാത്ത കാര്യങ്ങളാണ്. അതായത് മിയ ഖലീഫയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു വന്നു. എന്നിട്ട് അതൊരു സ്ക്രീൻഷോട്ട്. ഇത് ടെക്നോളജി മിസ്യൂസ് ചെയ്യുകയാണ്. നമ്മളൊരു ഫ്രണ്ട്ലിയാണ്, നമ്മൾ വേറെ മിയ ഖലീഫയായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വേറെ എനിക്ക് ഇതാണ്. അത് ഞാൻ ഇടാത്ത കാര്യം, ആൾക്കാർ വിശ്വസിക്കുകയാണത്. ഇതുവരെ അടിച്ചിട്ടില്ല. പൊതുവെ ഒരു കാര്യമാണ്, ആൾക്കാർക്ക് ഇറക്കാൻ നല്ലത് വേണ്ട, നെഗറ്റീവാണ് വേണ്ട. ഇപ്പം ഞാൻ 800 കോട്ടിൽ ബുക്ക് ചെയ്തപ്പോൾ ഒറ്റ കോപ്പിൽ വിറ്റ് പോലെ. കാരണം ഫിലോസഫിയുണ്ട്. എല്ലാവർക്കും വേണ്ട മസാലയാണ്. മസാലയല്ല. ഇപ്പൊ സിനിമയിൽ തന്നെ സെക്സ് വയലൻസ് കാണിക്കുകയാണത് ആൾക്കാർക്ക് വേണ്ടത് അതാണ്. ഇപ്പം ആൾക്കാർക്ക് നല്ല വേണമെങ്കിൽ മീഡിയ തന്നെ കാണിച്ചാണ്. ഇതിപ്പോൾ നെഗറ്റീവ് കൊണ്ടാണ് നമ്മളും കാണിക്കുന്നത്.